ന്യൂസ് 16 കേരള. ഒരാഴ്ചയ്ക്കുള്ളിൽ 17,000-ത്തിലധികം അനധികൃത താമസക്കാരെ അറസ്റ്റ് ചെയ്ത് സൗദി സുരക്ഷാ സേന. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ സൗദി അറേബ്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി അനധികൃത താമസത്തിന്റെ പേരിൽ 17,389 പേരെ അറസ്റ്റ് ചെയ്തു. ഫെബ്രുവരി 20-നും ഫെബ്രുവരി 26-നും ഇടയിൽ സൗദി സുരക്ഷാ സേന ബന്ധപ്പെട്ട സർക്കാർ ഏജൻസികളുമായി സഹകരിച്ച് നടത്തിയ സംയുക്ത ഫീൽഡ് സുരക്ഷാ ക്യാമ്പയിനുകൾക്കിടെയാണ് അറസ്റ്റ് നടന്നതെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. അറസ്റ്റിലായവരിൽ 10,397 പേർ റെസിഡൻസി നിയമം ലംഘിച്ചവരും 4,128 പേർ അതിർത്തി സുരക്ഷാ നിയമം ലംഘിച്ചവരും 2,864 പേർ തൊഴിൽ നിയമം ലംഘിച്ചവരുമാണ്. യാത്രാരേഖകൾ ലഭിക്കുന്നതിനായി 31,463 നിയമലംഘകരെ സൗദിയിൽ പ്രവർത്തിക്കുന്ന അവരുടെ മാതൃരാജ്യത്തെ നയതന്ത്ര പ്രതിനിധികളുടെ അടുത്തേക്ക് റഫർ ചെയ്തു. 10,363 നിയമലംഘകരെ നാടുകടത്തുകയും ചെയ്തു. രാജ്യത്തേക്ക് അനധികൃതമായി അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നതിനിടെ അറസ്റ്റിലായ ആകെ ആളുകളുടെ എണ്ണം 1,483 ആണ്. അവരിൽ 45% പേരും യമൻ പൗരന്മാരും 56% പേർ എത്യോപ്യൻ പൗരന്മാരും 3% പേർ മറ്റ് രാജ്യക്കാരുമാണ്. അനധികൃതമായി രാജ്യം വിടാൻ ശ്രമിക്കുന്നതിനിടെ ആകെ 104 പേരും അറസ്റ്റിലായി. നിയമലംഘകരെ കൊണ്ടുപോകുകയും അഭയം നൽകുകയും ജോലി ഏർപ്പാടാക്കുകയും ചെയ്ത 15 പേരെയും അറസ്റ്റ് ചെയ്തു. 35,845 പുരുഷന്മാരും 4,505 സ്ത്രീകളും ഉൾപ്പെടെ ആകെ 40,350 അനധികൃത താമസക്കാർ നിലവിൽ ശിക്ഷാ നടപടികളുടെ ഭാഗമായി വിവിധ നടപടികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നിയമവിരുദ്ധമായി രാജ്യത്തേക്ക് വ്യക്തികളെ പ്രവേശിപ്പിക്കുകയോ അവരുടെ താമസയിടത്തേക്ക് അവരെ കൊണ്ടുപോകുകയോ അവർക്ക് അഭയം നൽകുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സഹായമോ സേവനമോ നൽകുകയോ ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും 15 വർഷം വരെ തടവും 1 ദശലക്ഷം റിയാൽ വരെ പിഴയും ലഭിക്കുമെന്നും ഗതാഗതത്തിനായി ഉപയോഗിക്കുന്ന വാഹനങ്ങളോ അഭയം നൽകാൻ ഉപയോഗിക്കുന്ന വീടുകളോ കണ്ടുകെട്ടുമെന്നും ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. മക്ക, റിയാദ്, കിഴക്കൻ പ്രവിശ്യ എന്നിവിടങ്ങളിലെ നിയമലംഘനങ്ങൾ 911 എന്ന നമ്പറിലും രാജ്യത്തിന്റെ മറ്റ് പ്രദേശങ്ങളിലെ നിയമലംഘനങ്ങൾ 999 അല്ലെങ്കിൽ 996 എന്നീ നമ്പറുകളിലും വിളിച്ച് റിപ്പോർട്ട് ചെയ്യണമെന്ന് മന്ത്രാലയം പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.